അപ്പൂസേ, നീ എവിടെയാ? കുറെ നേരമല്ലോ നിന്നെ വിളിക്കണു. നീ എവിടെ പോയിരിക്കുക? വിളിച്ചാലും വിളി കേൾക്കൂല. ഇത് എവിടെയത്? നീ എവിടെയാടാ? എടാ അപ്പൂസേ, നിന്നെയല്ലേ വിളിക്കണേ? നീ എന്തേ വിളിച്ചാ വിളി കേൾക്കാത്തെ? വാതിലും പൂട്ടി പരക്കാത്ത പോയിരിക്കുകയാണോ? വിളിച്ചിട്ട് വാതിൽ തുറക്കാത്തെ? ഉറങ്ങുവാണോ? നീ എന്താ എണിക്കാത്തെ? ഉറങ്ങുവാണോ? ഞാൻ തലേ കുമ്പിട്ട് കിടന്നേ എനിക്ക് നിനക്ക് ചായ ഒന്നും വേണ്ടേ? എണീ, ഇത് എത്ര നേരമായി കിടക്കാതെ ഉറങ്ങണം? നീ എന്തെടുക്കുക? എനിക്കാ എന്റെ കഴുത്തേന്ന് വിടറാ. എന്റെ മാല പിടിച്ച് വലിക്കാതെ. ഞാൻ അത്ര കഷ്ടപ്പെട്ട് കന്നാലിയും വളർത്തി മേടിച്ച മാലയാ. നിനക്ക് കണ്ടു കന്ന് വിൽക്കാനും പിന്നെ പണയം വെക്കാനൊന്നും അല്ലത്. എന്റെ കഴുത്തേന്ന് വിടറാ. എനിക്ക് കുറച്ച് പൈസ വേണം, ഞാൻ വിൽക്കൊന്നുമില്ല. വേഗം അധ്വാനിച്ച് പണിയെടുത്ത് മേടിക്കടാ, പൈസ ഉണ്ടാക്കടാ. ചേട്ടാ, ഒരു സിറിഞ്ച്. അമ്മച്ചി പേടിക്കണ്ട, ഞാൻ പോയി നോക്കിക്കോളാം. എന്താ സംഭവം നോക്കട്ടെ. മാലയൊന്നും അവൻ പൊട്ടിച്ചു കൊണ്ടുപോയിട്ടില്ലല്ലോ. ഞാൻ നോക്കിക്കോളാം. അപ്പൂസേ, ഇങ്ങോട്ട് വാ. എന്താ പറ്റിയ നിനക്ക്? ഞാൻ വേഗം നോക്കട്ടെ എന്താ വേഗിൻ്റെ ഉള്ളിൽ നിന്ന്. അമ്മച്ചി പറഞ്ഞല്ലോ എന്തൊക്കെയോ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയാ പോകുന്നതെന്ന്. ഇതെന്തൊക്കെയാടാ അതിൻ്റെ ഉള്ളിൽ? എന്താ നിനക്ക് പറ്റിയേ? എന്താ നിന്റെ പ്രശ്നം? എന്താടാ? മോനിങ് വന്നേ, വാ. അവൻ്റെ പ്രശ്നം എന്താന്ന് അപ്പനോട് പറ. ഈ ലോകത്ത് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമില്ല മോനെ. രണ്ടുപേരും ഒന്നിച്ചിരുന്നാൽ തീരാത്തൊരു പ്രശ്നമില്ല മോനെ. മോനെന്താ അങ്ങനെ തോന്നിയതിപ്പോൾ? എന്നോടിപ്പോൾ മീനങ്ങാടിയിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു, നീ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് എന്തോ സിറിഞ്ച് എന്തൊക്കെയോ വാങ്ങുന്നുണ്ടെന്ന്. ഇത് കഴിഞ്ഞപ്പോൾ ഇത് അമ്മച്ചി വിളിച്ച് പറയുന്നു, നീ വീട്ടിൽ വഴക്ക് കൂടിയിട്ടാണ് പോയെന്ന്. ഇത് കഴിഞ്ഞപ്പോൾ അടുത്ത ഫ്രണ്ട് വിളിച്ച് പറയുന്നു, ബീവറേജിൻ്റെ ക്യൂവിൽ കാണുന്നുണ്ടെന്ന്. അപ്പോൾ അതാ ഞാൻ ഓടിപ്പാഞ്ഞ് വന്നത്, എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒരുപാട് കഷ്ടപ്പെട്ടാണല്ലോ നിന്നെ വളർത്തുന്നത്. പിന്നെ എവിടെയാണ് നിനക്കൊരു ചേഞ്ച് വന്നത്? ഇങ്ങനെ ഡ്രഗ്സിന്റെ പുറകെ പോണെന്നൊക്കെ. വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നത് പോലെ. നിങ്ങൾക്ക് കിട്ടാത്തതൊക്കെ ഞങ്ങൾക്ക് തരാനുള്ള പരക്കം പാച്ചിലാണല്ലോ നിങ്ങളൊക്കെ. നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല വിദ്യാഭ്യാസം. അതിനിടയ്ക്ക് മക്കളോടൊന്നും മിണ്ടാനോ ലാളിക്കാനോ മക്കളെ ഒന്നറിയാനോ നിങ്ങൾക്ക് സമയമില്ലായിരുന്നു. ശരിയാണ്, നിങ്ങൾക്ക് കിട്ടാത്തതൊക്കെ ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. വല്ലാതെ ഒറ്റപ്പെട്ട ഡിപ്രഷൻ അടിച്ച് മടുത്തു തുടങ്ങി. കൂടുമ്പോൾ ഇമ്പമുള്ളതല്ലേ കുടുംബം. ശരിക്കും നമ്മളൊക്കെ ഒറ്റപ്പെട്ട ജീവിതങ്ങളല്ലേ. എല്ലാവരും ഒത്തുകൂടി കളിയും ചിരിയും ഒക്കെ ഉണ്ടെങ്കിൽ ആരും ലഹരി അന്വേഷിച്ച് പോവില്ല. എത്ര തിരക്കുണ്ടെങ്കിലും ഇനി ഞാൻ നിന്നോട് കൂട്ടുകൂടാതിരിക്കില്ല, നിന്നെ ഓമനിക്കാതിരിക്കില്ല. നിനക്ക് വേണ്ടി
മാറ്റിവെച്ചതിന് ശേഷമുള്ള സമയമേ ഞാനിനി എൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയുള്ളൂ. നിന്നേക്കാൾ വലിയൊരു സമ്പാദ്യം എനിക്കില്ല, നിന്നേക്കാൾ വലിയ സ്വപ്നവും എനിക്കില്ല. ഇനിയെന്നും പഴയതുപോലെ നീ പറയുന്നത് കേൾക്കാനും നിന്നെ കൊഞ്ചിക്കാനും നിന്നെ ലാളിക്കാനും ഞാൻ എന്നും സമയം കണ്ടെത്തും. നിന്റെ നല്ല കൂട്ടുകാരനായി എന്നും കൂടെ ഉണ്ടാവും. ഈ കാടും ഈ നാടും ഈ യാത്രകളും എന്നും നമ്മുടെ ലഹരിയാവട്ടെ. മറ്റൊന്നും നമുക്ക് ലഹരിയായി വേണ്ട. കൂടും കുടുംബവും ബന്ധങ്ങളും ലഹരിയാവട്ടെ. നമുക്കൊരു യാത്ര പോകാം സന്തോഷത്തിൻ്റെ ആകാശത്തേക്ക്. നമ്മുടെ ലഹരികൾ ഇനി യാത്രകളാവട്ടെ.